എല്ലാവർക്കും നമസ്കാരം. നവോത്ഥാന നായകരിൽ പ്രധാനിയായിട്ടുള്ള ജ്യോതി റാവു ഫുലെയെ പറ്റിയും അദ്ദേഹത്തിൻ്റെ സംഘടനയായിട്ടുള്ള സത്യശോധക് സമാജിനെയും പറ്റിയും ഏറ്റവും അത്യാവശ്യമായി പഠിക്കേണ്ട പോയിന്റുകൾ പെട്ടെന്നൊന്ന് നോക്കാം. സത്യശോധക് സമാജ്. സത്യശോധക് സമാജ് സ്ഥാപിച്ചത് ജ്യോതി റാവു ഫുലെയാണ്. ജ്യോതി റാവു ഫുലെയാണ് സത്യശോധക് സമാജ് സ്ഥാപിച്ചത്. സത്യശോധക് സമാജ് സ്ഥാപിച്ച വർഷം 1873. 1873 ജ്യോതി റാവു ഫുലെയാണ് സത്യശോധക് സമാജ് പൂനെയിൽ, മഹാരാഷ്ട്രയിലെ പൂനെയിൽ സ്ഥാപിച്ചത്. സത്യശോധക് സമാജ് സ്ഥാപിച്ചത് എവിടെയാണ്? പൂനെ, മഹാരാഷ്ട്ര. ജ്യോതി റാവു ഫുലെ ആരംഭിച്ച സത്യശോധക് സമാജിന്റെ മുഖപത്രമാണ് ദീൻ ബന്ധു. 1877 പുറത്തിറങ്ങിയ ദീൻ ബന്ധു എന്നതാണ് ജ്യോതി റാവു ഫുലെയുടെ സത്യശോധക് സമാജിന്റെ മുഖപത്രം ആയിട്ടുള്ളത്. സത്യശോധക് സമാജം കോൺഗ്രസ് പാർട്ടിയിൽ ലയിച്ച വർഷം 1930. 1930 ആയപ്പോഴേക്കും സത്യശോധക് സമാജ് കോൺഗ്രസിൽ ലയിച്ചു. ജ്യോതി റാവു ഫുലെയെ പറ്റി നമുക്ക് പ്രധാനമായും നോക്കുമ്പോൾ ഇന്ത്യയിലെ ജാതി വിരുദ്ധ ബ്രാഹ്മണ വിരുദ്ധ പ്രസ്ഥാനത്തിന്റെ യഥാർത്ഥ സ്ഥാപകൻ എന്ന് അറിയപ്പെടുന്നത് ജ്യോതി റാവു ഫുലെയാണ്. ഇന്ത്യയിൽ ജാതി വിരുദ്ധ ബ്രാഹ്മണ വിരുദ്ധ പ്രസ്ഥാനത്തിന്റെ യഥാർത്ഥ സ്ഥാപകൻ എന്ന് അറിയപ്പെടുന്നത് ജ്യോതി റാവു ഫുലെയാണ്. ഗോവിന്ദ റാവു ഫുലെ എന്ന പേരിലും അറിയപ്പെടുന്നത് ജ്യോതി റാവു ഫുലെയാണ്. ഗോവിന്ദ റാവു ഫുലെ എന്നറിയപ്പെടുന്നത് ജ്യോതി റാവു ഫുലെ തന്നെയാണ്. ജ്യോതി റാവു ഫുലെ ജനിച്ച വർഷം 1827. 1827 അദ്ദേഹത്തിന്റെ ജനനം. ജ്യോതി റാവു ഫുലെയുടെ ജന്മദേശം മഹാരാഷ്ട്രയിലെ സത്താറയാണ്. മഹാരാഷ്ട്രയിലെ സത്താറയിലാണ് ജ്യോതി റാവു ഫുലെ ജനിച്ചത്. പിന്നോക്ക ജാതിക്കാരെ സൂചിപ്പിക്കുന്നതിനായി ദളിത് എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ജ്യോതി റാവു ഫുലെയാണ്. പിന്നോക്ക ജാതിക്കാരെ സൂചിപ്പിക്കുന്നതിനായിട്ടുള്ള ദളിത് എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ജ്യോതി റാവു ഫുലെ ആണ്. ജ്യോതി റാവു ഫുലെയെ സ്വാധീനിച്ച ഗ്രന്ഥമാണ് റൈറ്റ്സ് ഓഫ് മാൻ. ജ്യോതി റാവു ഫുലെ സ്വാധീനിച്ച ഗ്രന്ഥം റൈറ്റ്സ് ഓഫ് മാൻ. റൈറ്റ്സ് ഓഫ് മാൻ എന്ന ഗ്രന്ഥം രചിച്ചത് തോമസ് പെയിൻ ആണ്. തോമസ് പെയിനിന്റെ ഒരു രചനയാണ് റൈറ്റ്സ് ഓഫ് മാൻ. ഗുലാംഗിരി എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് കൂടിയാണ് ജ്യോതി റാവു ഫുലെ. ഗുലാംഗിരി എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ജ്യോതി റാവു ഫുലെ. ഗുലാംഗിരി എന്ന വാക്കിന്റെ അർത്ഥം അടിമത്തം എന്നതാണ്. ഗുലാംഗിരി എന്ന വാക്കിന് അർത്ഥം അടിമത്തം. അംബേദ്കറുടെ രാഷ്ട്രീയ ഗുരുവാണ് ജ്യോതി റാവു ഫുലെ. അംബേദ്കറുടെ രാഷ്ട്രീയ ഗുരു ജ്യോതി റാവു ഫുലെ. ഇന്ത്യയിലെ സാമൂഹ്യ വിപ്ലവത്തിന്റെ പിതാവ് എന്ന് ജ്യോതി റാവു ഫുലെ വിശേഷിപ്പിച്ചത് ധനഞ്ജയ് കീർ ആണ്. ഇന്ത്യയിലെ സാമൂഹ്യ വിപ്ലവത്തിന്റെ പിതാവ് എന്ന് ജ്യോതി റാവു ഫുലെയെ വിശേഷിപ്പിച്ചത് ധനഞ്ജയ് കീർ ആണ്. ജ്യോതി റാവു ഫുലെക്ക് മഹാത്മാ എന്ന വിശേഷണം ലഭിച്ചത് 1888. ജ്യോതി റാവു ഫുലെക്ക് മഹാത്മാ എന്ന വിശേഷണം ലഭിച്ച വർഷം 1888. ജ്യോതി റാവു ഫുലെക്ക് മഹാത്മാ എന്ന വിശേഷണം നൽകിയത് വിതൽ റാവു കൃഷ്ണജി വണ്ടേകർ ആണ്. വിതൽ റാവു കൃഷ്ണജി വണ്ടേകർ ആണ് ജ്യോതി റാവു ഫുലെക്ക് മഹാത്മാ എന്ന വിശേഷണം നൽകിയ വ്യക്തി. ആരാണ്? വിതൽ റാവു കൃഷ്ണജി വണ്ടേകർ. സത്യശോധക് സമാജിനെ പാശ്ചാത്യ സമൂഹത്തിലെ സാംസ്കാരിക പ്രക്ഷോഭം, എ കൾച്ചറൽ റിവോൾട്ട് ഇൻ എ കൊളോണിയൽ സൊസൈറ്റി എന്ന് വിശേഷിപ്പിച്ചത് ഗേൽ ഓംവെൽറ്റ് ആണ്. ഗേൽ ഓംവെറ്റ് ആണ് സത്യശോധക് സമാജിനെ പാശ്ചാത്യ സമൂഹത്തിലെ സാംസ്കാരിക പ്രക്ഷോഭം, എന്താണ് പാശ്ചാത്യ സമൂഹത്തിലെ സാംസ്കാരിക പ്രക്ഷോഭം, എ കൾച്ചറൽ റിവോൾട്ട് ഇൻ എ കൊളോണിയൽ സൊസൈറ്റി എന്ന് സത്യശോധക് സമാജിനെ വിശേഷിപ്പിച്ച വ്യക്തിയാണ് ഗേൽ ഓംവെറ്റ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ അധ്യാപികയാണ് സാവിത്രി ഫുലെ. ജ്യോതി റാവു ഫുലെയുടെ പത്നിയായിട്ടുള്ള സാവിത്രി ഫുലെയാണ്
ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വനിതാ അധ്യാപിക സാവിത്രി ഫുലെ. ബാൽ ഹത്യ പ്രതിബന്ധക് ഗൃഹ എന്ന പേരിൽ സ്ത്രീകൾക്കായി കെയർ ഹോം ആരംഭിച്ചത് സാവിത്രി ഫുലെയാണ്. ബാൽ ഹത്യ പ്രതിബന്ധക് ഗൃഹ എന്ന പേരിൽ സ്ത്രീകൾക്കായിട്ട് കെയർ ഹോം ആരംഭിച്ചത് സാവിത്രി ഫുലെയാണ്. ജ്യോതിറാവു ഫുലെയുടെ പത്നിയായിട്ടുള്ള സാവിത്രി ഫുലെ ആരംഭിച്ചതാണ് ബാൽ ഹത്യ പ്രതിബന്ധക് ഗൃഹ. സാവിത്രി ഫുലെ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് പൂനെയിൽ ആണ്. സാവിത്രി ഫുലെ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പൂനെയിൽ. സോ ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ ജ്യോതിറാവു ഫുലെയെ പറ്റി ഏറ്റവും അത്യാവശ്യമായി അറിഞ്ഞിരിക്കേണ്ട പ്രധാന പോയിന്റുകളൊക്കെയാണ് പഠിച്ചത്. അതോടൊപ്പം സത്യശോധക സമാജിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് കവറായി പോയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള PSC റിലേറ്റഡ് കണ്ടന്റ് വീഡിയോസിനും മറ്റ് റാങ്ക് ഫയൽ എക്സ്പ്ലനേഷനുമൊക്കെ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കാൻ ഓർത്തുകൊള്ളുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.